ഇപ്പം എന്താ സംഭവം നടന്നത്? ഇപ്പോൾ ഒരു സംഭവം നടന്ന് നിങ്ങൾ ശ്രദ്ധിച്ച കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു തീരുമാനമെടുത്ത് പോണ പോക്കിൽ മുനമ്പം ഞാനൊരു വാചകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ 2 മതവിഭാഗങ്ങളെ ശത്രുക്കളാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ് അവിടെ നടന്നത്. അതിന് അന്നത്തെ സർക്കാർ കൂട്ടുനിന്നു പറഞ്ഞില്ലേ? ഇവരെല്ലാവരും അവിടെ ചെന്ന് പറഞ്ഞെന്താ, ഞങ്ങൾ നിങ്ങളെ കുടിയൊഴിപ്പിക്കില്ല അല്ലേ? ഇപ്പോൾ പോണ പോക്കിൽ വഖഫ് ബോർഡ് ചെയ്തെന്താ? ഏത് വഖഫ് ബോർഡാണ്? ഞങ്ങൾ വെച്ചിട്ടില്ലല്ലോ വഖഫ് ബോർഡ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് പോയി. ഇനി സാധാരണ വഖഫ് ലാൻഡ് രജിസ്റ്റർ ചെയ്യുന്നത് അതിൻ്റെ മുത്തവല്ലിയാണ്. ഇവിടെ വഖഫ് ബോർഡ് തന്നെ അത് പോർട്ടലിലേക്ക് പെടുത്തിയിരിക്കുകയാണ്. മനസ്സിലാക്കിക്കൊള്ളണം എന്താ അവരുടെ ഉദ്ദേശം. ഇവർ 2 കൂട്ടരും ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവരാണ് എന്ന് ഒരു രാഷ്ട്രീയ ആരോപണം ഞാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അടിവരയിടുന്ന നടപടിയാണ് പോണ പോക്കി ചെയ്തത്. ശരിക്കും വഖഫ് ഭൂമിയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താൽ ഇവർ എൻക്രോച്ചേഴ്സാണ് അല്ലേ? ഇവർ കയ്യേറ്റക്കാരാണ് അല്ലേ? പിന്നെ അവരെ ഒഴിപ്പിക്കാൻ കോടതിക്കും പാടായിരിക്കും, ഗവൺമെൻറ്റിനും പാടായിരിക്കും. ഞങ്ങൾ കൊണ്ട് പറഞ്ഞിട്ടില്ല 10 മിനിറ്റ് മതി. 10 മിനിറ്റ് എന്താ? 10 മിനിറ്റ് എന്താണെന്ന് എല്ലാവരും ചോദിച്ചു. അത് ഇവർ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ മുനമ്പം വിഷയവും ദേശീയ തലത്തിലുള്ള വകുപ്പിലും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നത്? മുനമ്പം വിഷയം ഇവിടെ തീർക്കാൻ പറ്റും, ഇവിടെ പരിഹരിക്കാൻ പറ്റും. ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, വേണ്ട സമയത്ത് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നേരിട്ട് പോയി അവരോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു കമ്മീഷനും വേണ്ട, 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞു. കുറെ പേര് സോഷ്യൽ മീഡിയയിൽ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം. ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി ഈ ദേവാലയ മുറ്റത്ത് നിന്ന് ഞാൻ പറയുന്നു 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ പറ്റും. എങ്ങനെ നിങ്ങൾ ചോദിക്കും? അല്ല. എന്നിട്ട് നിങ്ങൾ പുറത്തു വെച്ച് എല്ലാവരുമായിട്ട് സംസാരിച്ച് ധാരണ ഉണ്ടാക്കി നിങ്ങൾ നേരെ കോടതിയിൽ കൊടുക്കണം. കോടതി കൊടുത്താൽ മതി. വഖഫ് ഭൂമി ആണെന്ന് അവകാശപ്പെടുന്ന ആരാ? വഖഫ് ബോർഡ്. വഖഫ് ബോർഡ് അതല്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്ന്. മനസ്സിലായില്ലേ? ഇനി കേസ് കൊടുത്ത ആളുകളായിട്ട് സംസാരിക്കാൻ പറ്റിയ ആളുകളാണ് ഇവരെല്ലാം. കാരണം അവരുമായിട്ട് നല്ല ബന്ധമുള്ളവരാണ് ഈ കേസ് കൊടുത്താൽ. ഞാൻ പിന്നെ പറയാം. മനസ്സിലായി? 10 മിനിറ്റ് കൊണ്ട് തീർക്കും. എന്താ പറഞ്ഞത്? 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന്. സംസ്ഥാന ഗവൺമെന്റ് സെക്ഷൻ 97 അനുസരിച്ച് വഖഫ് ബോർഡിനോട് ആവശ്യപ്പെട്ടാൽ മതി. ഇത് വഖഫ് ഭൂമി അല്ല എന്ന നിലപാട് വഖഫ് ബോർഡ് എടുക്കണം എന്ന് ആവശ്യപ്പെട്ടാൽ മതി. ആ ഓർഡർ അടിച്ചെടുക്കാനുള്ള നേരമാണ് ഞാൻ പറഞ്ഞ 10 മിനിറ്റ്.